ഇറാന്റെ മർമ്മപ്രധാനമായ സംവിധാനത്തെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് സഖ്യരാജ്യങ്ങളുമായി ഇറാൻ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനത്തെയാണ് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയത്. പരോക്ഷമായി ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇസ്രായേലിനും അറിയാം. ഇത് എങ്ങനെയാണ് എന്നുള്ള അതാണ് കൺഫ്യൂഷൻ ആയിരുന്നത്. അതിപ്പോ പൂർണ്ണമായും ആ കൺഫ്യൂഷനൊക്കെ മാറ്റിയിരിക്കുന്നു. അതായത് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനം വിങ്സ് ഓഫ് സിയോൺ ജർമ്മനിയിലേക്ക് പോയി എന്നുള്ള വാർത്തകൾ വരുന്നതിന് പിന്നാലെ തന്നെ വരികയാണ് ഇറാന്റെ അത്തരമൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്തെ, അതായത് ആയത്തുള്ള അലി ഖമനേയി ഉപയോഗിച്ചിരുന്ന ഒരു വിമാനത്തെ ഇസ്രായേൽ തകർത്തിരിക്കുന്നു. അതൊരു നിസ്സാര വിമാനവുമല്ല. എന്താണ് ആ വിമാനത്തെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പം ഇറാനിലെ മെഹ്റബാദ് എന്ന് പറയുന്ന ഒരു വ്യോമത്താവളം, ഇത് ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിമാനത്താവളം. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടെഹ്റാനിലെ ഏറ്റവും പഴക്കം ചെന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ബോയിങ് 747 വിമാനമുണ്ടായിരുന്നു. ഈ ബോയിങ് 747 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പല നേതാക്കള് അതുപോലെ തന്നെ സൈനിക തലവന്മാരൊക്കെ ഉപയോഗിക്കുന്ന അപൂർവ ഇനങ്ങളിൽപ്പെട്ട ഒരു വിമാനമാണ്. ഈ വിമാനത്തെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ സഖ്യരാജ്യങ്ങളുമായിട്ട് ഇറാൻ ബന്ധപ്പെടുന്നത് ഈ ബോയിങ് 747 വിമാനത്തിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഓഫീസ് റൂമിൽ വെച്ചാണ്. ഇറാന്റെ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ തന്നെ തകർക്കുന്നു. അവിടുത്തെ നയതന്ത്ര ഇടപെടലുകളൊക്കെ തന്നെ സാധിക്കാത്ത രീതിയിലുള്ള ഇസ്രായേൽ ആക്രമണം നടക്കുന്നു. ഇതിനിടയിലാണ് ഈ ടെഹ്റാനിലും അതുപോലെ കോമിലും ഇസ്ഫഹാനിലും ഒക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ഈ ആക്രമണം നടത്തിയതിന് ശേഷം ചില സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ ശേഖരിച്ചു. അങ്ങനെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഇറാന്റെ തന്ത്രപ്രധാനമായ മെഹ്റബാദ് എന്ന് പറയുന്ന വിമാനത്താവളം ഒരേ സമയം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വിമാനത്താവളമായിട്ടും സൈനിക വിമാനത്താവളമായിട്ടും ഉപയോഗിക്കുന്ന കാര്യം കണ്ടെത്തിയത്. അപ്പോൾ അവിടെയുള്ള ബോയിങ് 747 ഇതാണ് ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഈ വിമാനം തന്ത്രപ്രധാനമായ രീതിയിൽ അവിടെ മാറ്റി വെച്ചിരുന്നു. കൂടാതെ ഇറാനിലെ തന്ത്രപ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അവിടുത്തെ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരും ഇത്തരം വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ ചില ഓപ്പറേഷന് വേണ്ടിയിട്ടും തന്ത്രപ്രധാനമായ യാത്രകൾക്ക് വേണ്ടിയിട്ടും ഉന്നത ഉദ്യോഗസ്ഥരും പരമോന്നത നേതാക്കളും ഒക്കെ ഉപയോഗിക്കുന്ന ബോയിങ് 747 ഇനത്തിൽപ്പെട്ട വിമാനത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തത്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാജ്യാന്തര തലത്തിലുള്ള ഇടപെടൽ, അതായത് ഇറാൻ ഇപ്പോൾ സഖ്യശക്തികളായിട്ടുള്ള ചിലരുടെ സഹായം ലഭിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മുജ്തബ ഖമനേയിയെ ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടും റഷ്യയിലേക്ക് കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തു വന്നത്. മറ്റാരും ഇത് അറിയുന്നില്ല. അതാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്ക് സംശയം തോന്നിയത്, എങ്ങനെയാണ് ഇയാളെ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആഭ്യന്തര വിമാനത്താവളമാണ് ഈ പറയുന്ന മെഹ്റബാദ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കൃത്യമായി നിരീക്ഷണം നടത്തിയപ്പോൾ അതൊരു സൈനിക വിമാനത്താവളമായിട്ട് കൂടെ ഇവർ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ യുദ്ധം ഏതാണ്ട് ഒരു 4 ആഴ്ച കൂടി ഇനിയും നീളാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അമേരിക്ക കരയുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കരയുദ്ധം ആരംഭിച്ചാൽ ഇറാന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മരുഭൂമിയിൽ നിന്ന് നടത്തുന്ന ഗൊറില്ല വാർ, അതല്ലെങ്കിൽ ഈ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഇറാന്റെ ഭൂപ്രകൃതിയിൽ നിന്ന് അമേരിക്കൻ സൈനികരോട് ഏറ്റുമുട്ടൽ, ഇത് രണ്ടും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഒരു കരയുദ്ധത്തിലൂടെ ഇറാനെ തീർക്കാനൊന്നും അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് ഇറാൻ ഏതാണ്ട് 1 ലക്ഷത്തോളം സൈനികരെ ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് രഹസ്യമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ തുടർച്ചയായിട്ട് ആക്രമണം നടത്തുന്നു. ഈ 2 ആക്രമണങ്ങൾക്ക് ശേഷമാണ് മെഹ്റബാദ് വിമാനത്താവളത്തിൽ ഖമനേയി ഉപയോഗിച്ചിരുന്ന ബോയിങ് 747 എന്ന് പറയുന്ന വിമാനം സഖ്യരാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ ഇറാൻ ഉപയോഗിക്കുന്നു എന്നുള്ള തന്ത്രപ്രധാനമായ ഒരു രഹസ്യം പുറത്തു വന്നത്. അതുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ച് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇപ്പോൾ ഈ മെഹ്റബാദ് എയർപോർട്ടിന് നേരെ നടത്തിയത്. ഒറ്റയടിക്ക് ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു താവളം എന്ന രീതിയിലാണ് കരുതിയിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സൈനിക നയതന്ത്ര ബന്ധങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവിടേക്കാണ് ഇസ്രായേൽ US സഖ്യത്തിൻ്റെ ഇപ്പോഴത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇനി സഖ്യരാജ്യങ്ങളുടെ സഹായം ഇറാന് ലഭിക്കരുത് എന്നൊരർത്ഥം കൂടി അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നു. അതല്ലേ മനസ്സിലാക്കുക? തീർച്ചയായും ഇതൊരു എനിക്ക് തോന്നുന്നു യുദ്ധകാലത്ത് അല്ലെങ്കിൽ ഏത് നേരത്ത് യുദ്ധം പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ്. കാരണം എന്ന് വെച്ചാൽ വിമാനത്താവളങ്ങളെ നമുക്കറിയാലോ, 3 തരം വിമാനത്താവളങ്ങളാണ് പൊതുവെ ഉണ്ടാവുക. അതിൽ ഒന്ന് സൈനിക എയർ ബേസ്, മീൻസ് ഈ മിലിറ്ററി ബേസുകളാണ്.
അത് എയർഫോഴ്സിനുണ്ടാവും, പിന്നെ നേവിക്കുണ്ടാവും, ഐ മീൻ ആർമിക്കും ഉണ്ടാവും. ഇപ്പോൾ സൈനിക ആവശ്യങ്ങൾക്കുള്ളത്. അതേ സമയത്ത് മറ്റു 2 വിമാനത്താവളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലുമാണ്, യാത്രാ വിമാനത്താവളങ്ങളാണ്. പ്രധാനമായിട്ട് യാത്രാ വിമാനത്താവളങ്ങളും സൈനിക വിമാനത്താവളങ്ങളാണ്. ഈ സൈനിക വിമാനത്താവളങ്ങളുടെ പരിസരത്തൊന്നും യാത്രാ വിമാനത്താവളങ്ങൾ വെക്കാറില്ല. ഇപ്പൊ ഡൽഹിയിൽ പോലും അറിയാലോ, ഡൽഹിയിൽ ഇപ്പൊ നമ്മള് ബീഗം ഹസീനയെ കൊണ്ടുവന്ന് ഇറക്കിയ വിമാനത്താവളം നമ്മുടെ യാത്രാ വിമാനത്താവളങ്ങളൊന്നുമല്ല, സൈനിക വിമാനത്താവളത്തിൽ പ്രത്യേകമായിട്ട് ഇറക്കുകയാണ്. അത്ര സെക്യൂരിറ്റി വേറെ എവിടെയും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സൈനിക വിമാനത്താവളങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യാത്രാ വിമാനത്താവളങ്ങളെ പോലെയല്ല, ഏതു നേരത്തും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഒരു അറ്റാക്ക് വന്നാൽ യാത്രാ വിമാനത്താവളത്തിലല്ല ഇടുക, നമ്മുടെ പാലം വിമാനത്താവളത്തിലോ സാന്താക്രൂസിലോ ഒന്നുമല്ല ഇടുക. അത് ആദ്യത്തെ അറ്റാക്ക് വരിക സൈനിക വിമാനത്താവളത്തിലാണ്. അപ്പൊ ഇറാൻ ഇതിൽ തന്ത്രപൂർവ്വം സ്വീകരിച്ച ഒരു നയം, ഒന്ന് സൈനിക താവളങ്ങളിൽ നിന്ന് ആക്രമണം ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. സൈനിക വിമാനത്താവളത്തിൽ നിന്ന് ഒരു മിസൈൽ പുറപ്പെടുന്നതിന് മുമ്പേ ഇത് ഇസ്രായേലിന്റെ റഡാറിൽ ചെല്ലും, അല്ലെങ്കിൽ അമേരിക്കൻ റഡാറിൽ ചെല്ലും. അപ്പോൾ ശത്രു രാജ്യങ്ങൾക്ക് മണത്തറിയാൻ പറ്റാത്ത വിധത്തിൽ ഈ യാത്രാ വിമാനത്താവളങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള യാത്രാ വിമാനങ്ങൾ ഒരുക്കി വെക്കുക. അത് 2 കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഒന്ന്, അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം, ഏത് ഘട്ടത്തിലും യുദ്ധസന്നാഹമായ സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ എയർപോർട്ടിന്റെ പ്രത്യേക ഏരിയയിൽ ഞാൻ എൻ്റെ പടമൊക്കെ വന്നിരുന്നു ഇടക്കാലത്ത് എവിടെയോ. അപ്പോൾ ഈ വിമാനത്താവളങ്ങൾ, യാത്രാ വിമാനത്താവളങ്ങളെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലിപ്പോൾ ഇറാൻ കാണിച്ച ഒരു പണി. അത് സമയത്തിന് കണ്ടെത്തി എന്നതാണ് ഇസ്രായേലിന്റെ ബുദ്ധി. ഇപ്പൊ ഇസ്രായേല് അത്തരത്തിലൊരു യാത്രാ വിമാനത്താവളത്തിൽ നിന്ന് മെഹ്റാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു യാത്രാ വിമാനത്തെ കൃത്യമായി ഫോളോ ചെയ്ത്, ഇത് 747 എന്ന് പറഞ്ഞാൽ ധാരാളം യാത്രക്കാർക്ക് പോകാൻ പറ്റിയ വിമാനമാണ്. അപ്പോ ഈ ബോയിങ് വിമാനത്തിൽ യാത്രക്കാരല്ല ഉള്ളത്, സൈനിക ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങളും പട്ടാളക്കാരുമാണ് എന്ന് അവർ കണ്ടെത്തി. അത് കണ്ടെത്തിയതുകൊണ്ടാണ് ആ വിമാനം തകർത്തു എന്ന് പറയും. തകർത്തു എന്നത് അവകാശവാദമാണ്. യുദ്ധകാലത്തെ വാർത്തകളെ നമുക്ക് പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. യുദ്ധകാലത്ത് പ്രത്യേകിച്ചും ക്ലെയിമുകൾ എപ്പോഴും ഉണ്ടാവും. ചെയ്തതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ മുന്നേറിയിരിക്കുന്നു എന്ന് 2 കൂട്ടരും അവകാശപ്പെടും. അതുകൊണ്ട് ഇസ്രായേലിന്റെ ക്ലെയിം ശരിയാണോ അല്ലേ നമുക്ക് പറയാൻ വയ്യ. യഥാർത്ഥത്തിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന നാശങ്ങൾ അവർ പറയുകയില്ല. അത് മറ്റാരെങ്കിലും കണ്ടെത്തണം. ഒന്നുകിൽ ശത്രു രാജ്യങ്ങൾ പറയും ഞങ്ങൾ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നല്ല വാർത്താ ഏജൻസികൾ കണ്ടെത്തും. ഈ യുദ്ധകാലത്തെ ഒരു പരിമിതി എന്ന് എനിക്ക് തോന്നുന്നത്, 2 കൂട്ടരുടെയും ആഭ്യന്തര രഹസ്യങ്ങൾ വളരെ സൂക്ഷിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഒരു അറ്റാക്കിന്റെ സൂചന പോലും ഇല്ലാതെ അറ്റാക്ക് ചെയ്തിരിക്കും. തകർത്ത് കളഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു സൂചനയില്ലാത്ത വിധത്തിൽ. ഇപ്പോൾ മിക്കവാറും അറബ് രാജ്യങ്ങളിലെ എല്ലാ മിലിറ്ററി ബേസിലും ആക്രമണങ്ങൾ നടന്നു, ഒരു സൂചനയുണ്ടായില്ല. ഈ മിസൈൽ വേദ സൗകര്യങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ഇവർക്ക് ആർക്കും തടയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ എല്ലാ ആധുനികമായ സൗകര്യങ്ങളും കൂടിയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു രഹസ്യം എന്താ, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണ്? ജർമ്മനിയിലെ ഇതുപോലൊരു വിമാനത്താവളത്തിൽ, യാത്രാ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന ഒരു വിമാനത്താവളത്തിൽ, അതിന്റെ സബർബിൽ, അതിന്റെ പാർശ്വങ്ങളിൽ കൃത്യമായി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വിമാനം എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ നെതന്യാഹു എവിടെയുണ്ട്? നെതന്യാഹു ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, നെതന്യാഹുവിനെ കുറിച്ച് BBC തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, നേരത്തെ റിപ്പോർട്ട് ചെയ്ത്, എത്രത്തോളം ശരിയാണ് അവരുടെ സോഴ്സ് ആയിരിക്കും, ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വയ്യ. ഈ അലി കാംനെയ്യെ തകർക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഓപ്പറേഷൻ പോലും ഉത്തരവിട്ടത് ഇസ്രായേലിൽ ഇരുന്നിട്ടല്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം സുരക്ഷിതമായി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ടെന്നാണ്. ഇനി ജർമ്മനി സുരക്ഷിതമാണോ അല്ലേ എന്നുള്ളതൊക്കെ 2ാമത്തെ കാര്യം. കാരണം യൂറോപ്യൻ യൂണിയൻ ഈ കാര്യത്തിൽ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ സ്വാധീനം അമേരിക്കക്കല്ല. യൂറോപ്യൻ യൂണിയനിൽ മഹാഭൂരിപക്ഷത്തിന്റെയും സ്വാധീനം ഇപ്പോൾ ഏതാണ്ട് റഷ്യക്കാണ്. അതിൽ എത്ര രാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണക്കുന്നു. അപ്പൊ ജർമ്മനിയുടെ നിലപാട് എന്താണെന്ന് പോലും നമുക്ക് പറയാൻ വയ്യ. പ്രത്യേകിച്ചും ഇസ്രായേലിനോട് ജർമ്മനി ചരിത്രപരമായി സ്വീകരിക്കുന്ന ഒരു സമീപനമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുള്ളതാണ്. അപ്പോ വംശീയമായി തന്നെ ജർമ്മനി ജൂതവംശക്കാരെ നേരിട്ടതാണ്, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഒരു നാടാണ്. അപ്പോൾ ആ ജർമ്മനിയിൽ പോയി കുടിയിരിക്കുന്നു പറഞ്ഞാൽ അതിൽ സ്ട്രാറ്റജിക്കാണ്. ജർമ്മനിയിൽ നെതന്യാഹു സേഫായി പോയി ഒളിച്ചിരിക്കും എന്ന് ആർക്കും വിചാരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇറാനും അറബ് രാജ്യങ്ങളും അങ്ങനെ വിശ്വസിക്കില്ല. പക്ഷെ ജർമ്മനിയിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ വിമാനം തകർത്തെങ്കിൽ സംശയിക്കേണ്ട ഒരു കാര്യം, അത്തരം ഒരു യാത്രാ വിമാനത്തിലായിരിക്കണം മുജ്തബ സഞ്ചരിക്കുന്നത്. അതെ, ആ വിമാനം വെറും
ആയുധങ്ങളുമായി ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യും നമുക്ക് പറയാൻ വയ്യ. അപ്പൊ ഈ വിമാനം തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ വിമാനം ഒറ്റക്കാണോ, വിമാനത്തിനകത്ത് ആരുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇനി ഊഹിക്കാൻ വയ്യ. ഈ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിമാനത്തിനകത്ത് ആരുണ്ടായിരുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം ഇങ്ങനെ സഞ്ചരിക്കുന്ന വിമാനങ്ങളിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ തലവന്മാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ആ വിമാനത്തിൽ ആരുണ്ടായിരുന്നു, മുജ്തബ ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോയിരുന്നത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഈ വിമാനത്തിൽ മറ്റു കാര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് ആശയവിനിമയ സംവിധാനങ്ങൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇറാൻ നടത്തുന്നത് ഈ ബോയിങ് 747 വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള വിമാനത്തിൽ ഈ ആശയ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ അതിനെ തകർക്കണം, അതിന് കേടുപാടുകൾ വരുത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ സഖ്യരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല. ഇവിടെ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ കിട്ടിയാൽ അത് അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. കാരണം ഇപ്പം ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട കാര്യം ആലോചിച്ച് നോക്ക്. ഹോർമൂസ് കടലെടുക്കൽ ചൈനീസ് സഹായം ഒരു പക്ഷേ ഇറാനിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഇറാനിയൻ ഭരണകൂടം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എങ്ങനെ ഇറാനുമായിട്ടുള്ള നയതന്ത്രതല ചർച്ചകൾ ഇവിടെ നടക്കണം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ടെക്നോളജി എല്ലാം തകർന്നിരിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് സഖ്യരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത്? അപ്പോൾ റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ആഭ്യന്തര വിമാനത്താവളം എന്ന് തോന്നുന്ന മെഹ്റാബാദ് അതൊരു സൈനിക വിമാനത്താവളവുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അവശ്യ സമയങ്ങൾ അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്ക സഖ്യം അവിടെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയത്. ഇതോടുകൂടി ഇറാന്റെ ഒരു ചിറക് കൂടി തകർക്കാൻ കഴിയുമെന്നായിരിക്കും അവരുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ യുദ്ധകാലത്ത് ഓർക്കേണ്ടതാണ്. ഒന്ന്, അത് മറ്റാരെക്കാളും നന്നായിട്ട് ഇസ്രായേലിനും അറിയാമെന്നേ. ഒന്ന്, ഒരു വിമാനം ഇപ്പോൾ ഒരു വിമാനം ഒരു ലക്ഷ്യത്തിലേക്ക് പറക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 വിമാനങ്ങളെങ്കിലും അതുപോലെ പറന്നിരിക്കും. മാക്സിമവും മഹാഭൂരിപക്ഷവും ഡമ്മികളായിരിക്കും. യഥാർത്ഥ വിമാനം അവർ ഉദ്ദേശിച്ച വിമാനം പോയിരിക്കാനിടയില്ല. ഇനി ഇപ്പോൾ അത്ര കൃത്യമായി കണ്ടെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ആരോടെ കളിക്കുന്നത്? ഇസ്രായേലിനോട്. ഞാൻ പറയും ഇസ്രായേലാണ് ഇപ്പോൾ ഈ തകർത്തു എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇറാന്റെ വിമാനം തകർത്തു എന്ന് പറയുമ്പോൾ വാർത്താ വിതരണ ശൃംഖലകളെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി ഇറാൻ എന്ന രാജ്യത്തിന് നയപരമായി റഷ്യയോടോ ചൈനയോടോ സംസാരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും വൺ വേ അല്ലല്ലോ. ചൈനക്ക് വിചാരിച്ചാൽ പുനഃസ്ഥാപിക്കാൻ ഏത് കമ്മ്യൂണിക്കേഷൻ, ചൈനക്ക് ഇതേ സൗകര്യങ്ങൾ ഇവിടെ ഒന്നാണെങ്കിൽ അവിടെ 100 കാണുമല്ലോ. ചൈനക്ക് ഇറാനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് വേണം ഈ സമയത്തിന്? ഇതിനേക്കാൾ കൂടിയ സൗകര്യങ്ങൾ റഷ്യയിലില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊക്കെ മണ്ടത്തരേ. മീൻസ് ആ അർത്ഥത്തിലൊക്കെ യുദ്ധകാലത്ത് ചെയ്യുന്ന കാര്യത്രേ ഉണ്ടാവുള്ളൂ. നിങ്ങളിങ്ങനെ 2 കാര്യങ്ങൾ ഇറാനെ ബോധ്യപ്പെടുത്തുക. ഒന്ന്, നിങ്ങൾ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, യാത്രാ വിമാനങ്ങളെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഓർത്ത് കളിച്ചോ. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ വിമാനങ്ങൾക്കകത്താണ് അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷന്റെ സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, സാറ്റലൈറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം വിമാനങ്ങൾക്കകത്താണ് എന്നും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരം അത് ഏത് സമയത്തും തകർക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ് എന്നൊരു മെസ്സേജ് കൊടുക്കുക. ശത്രുവിനെ തളർത്തുകയും തകർക്കുകയും ചെയ്യുക എന്ന് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ ലക്ഷ്യം മറ്റു പലതുമായിരിക്കും. അത് ഇത്തരം വിമാനങ്ങൾ ഇനി പോകാനുള്ളത്, ഇറാൻ കിട്ടാനിടയുള്ളത് ചൈനയിൽ നിന്നാണ്. നിങ്ങൾ വിമാനം കൊടുത്താൽ ഓർത്തോ, അതും ഞങ്ങൾ തകർക്കും. റഷ്യക്കാണ് മറ്റൊരു മെസ്സേജ്. ഇത് ആഗോളതലത്തിലുള്ള വലിയ സന്ദേശങ്ങൾ ഈ വാർത്തയിലുണ്ട്. അതായിരിക്കാനാണ് സാധ്യത. നമ്മൾ തൽക്കാലം യുദ്ധവാർത്തകളാണ്, ഒന്നും നമുക്ക് വിശ്വസിക്കാൻ 100% വിശ്വസിക്കാൻ പറ്റില്ല. കിട്ടിയ വിവരങ്ങൾ വെച്ച് അതിന്റെ സാധ്യതകൾ അനലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.